അലമാര. അലമാര. ആ. ആ. ആന. ആന. ഈ. ഈ. ഇല. ഇല. ഈ. ഈ. ഈച്ച. ഈച്ച. ഊ. ഉ. ഉറി. ഉറി. ഊ. ഊ. ഊത്ത്. ഊത്ത്. ഇറു. ഇറു. ഇഋഷി. എന്താ അമ്മച്ചി? അത് സന്യാസിയാ. എങ്കിൽ പിന്നെ സന്യാസി എന്ന് പറഞ്ഞാ പോരെ? ഇറുവല്ല വർഷമായിട്ടിരിക്കുന്നേ. അപ്പം അതിന് ഋഷി എന്നങ്ങ് പറയുക. അയ്യോ, ഇത് കാളയല്ലേ? അതെ അതെ, ഋഷഭം എന്നാണ് അതിന്റെ പേര് വിളിക്കുന്നേ. അമ്മച്ചി പോ, അമ്മച്ചി ഇടുന്നു. ഇത് കാളയാ. എടാ ഇത് കാളയാ, പക്ഷെ ഇവിടെ ഇപ്പോൾ ഋഷഭം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ കാളയ്ക്ക് പോലും മനസ്സിലാവൂല. കാള എന്ന് പറഞ്ഞാ പോരെ? എടാ കുട്ടാ, ഇവിടെ കൂട്ടി ഒത്തിരി വാക്കുകളില്ല. എന്ന അക്ഷരം പഠിക്കാൻ വേണ്ടിയിട്ടാ ഇത് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാലും എനിക്ക് ഋഷിയും ഋഷഭവും ഒന്നും പിടിക്കുന്നില്ല. എടാ ചെറുക്കാ, നിനക്ക് പിടിക്കാൻ വേണ്ടിയല്ല, പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഏലം. ഏലം. മനസ്സിലായോ? മനസ്സിലായി. നമ്മുടെ ഐഡിയ അല്ലേ? അത് ശരിയാണോ? പിന്നെ ഇത് ഐഡിയ അല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീൻ? മീനല്ല, ചഷം. എന്താന്ന്? മീനിന് പൊതുവെ പറയുന്ന പേരാ ചഷം. എങ്കിൽ പിന്നെ മീൻ എന്ന് പറഞ്ഞാ പോരെ? ചാ കൂട്ടി അധികം വാക്കുകളില്ല, അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഇറുവിനെ പോലല്ലേ? അത് തന്നെ. ദാരിദ്ര്യം പിടിച്ച അക്ഷരങ്ങള്, ഒത്തിരി വാക്കുകളില്ലെങ്കിൽ ഈ ഇറുവും ചായയും ഒക്കെ അങ്ങ് ഒഴിവാക്കിക്കൂടെ? പാവപ്പെട്ട മീനെയും കാളയൊക്കെ പേര് മാറ്റി ഉപദ്രവിക്കുന്നു. പക്ഷെ ആവശ്യമില്ലാത്ത പറയുന്നത് വല്ലതും പഠിക്കാൻ. ദേ വന്ന് ചഷം പോയി മേടിക്കും. ഉച്ചയ്ക്ക് നമുക്ക് ചഷം ഫ്രൈ ഉണ്ടാക്കണേ. ഞായറാഴ്ച ഋഷഭവും മേടിക്കണം. അമ്മ വരുമ്പോ പഠിച്ചാൽ മതി. ഞാൻ പോയാ മീനൊന്നും നോക്കട്ടെ. മീനല്ല, ചഷം.